ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. നമ്മൾ ഗ്രാവിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രാവിറ്റിയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഒന്ന് റിവൈസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഗ്രാവിറ്റിയിൽ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് എ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് G m1m2/r² ആണ്. m1 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ഒരു മാസ്, വെയിറ്റ് ഓഫ് അനദർ മാസ് ഈസ് m2, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് Gm1m2/r². ഇനി എർത്ത് മാതിരിയുള്ള വലിയ കേസിൽ വരുവാണെങ്കിൽ എർത്തിൻ്റെ മാസ് m ആണ്. എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് സ്മോൾ m ആണെങ്കിൽ ദെൻ ഇറ്റ് ബിക്കംസ് F = Gm × Gmm/r². r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എർത്തിൻ്റെ സെൻറ്ററുമായിട്ടുള്ള ഇങ്ങോട്ട് മാറ്റിയാണ്. എർത്തിൻ്റെ സെൻറ്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് r. പിന്നെ എർത്തിൻ്റെ റേഡിയസ് ആണ്, ഇറ്റ് ബിക്കംസ് ക്യാപിറ്റൽ R. എർത്തിൻ്റെ മാസ് m, സ്മോൾ മാസ് m. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫീൽഡ്, ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി അതിനെ ബാധിക്കുന്ന എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ പോയിന്റ് വരെ, ഏതൊക്കെ സർക്കംഫറൻഷ്യൽ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് അല്ലെ ഗ്രാവിറ്റി ഒരു ബോഡിക്ക് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു യൂണിറ്റ് മാസ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് അത് തമ്മിൽ ഉള്ള ഫോഴ്സ് കണ്ടുപിടിക്കുക. സോ ദെൻ ഇറ്റ് ബിക്കംസ് ഫോഴ്സ് ബൈ m. സോ ഹിയർ ഇൻ ദ കേസ് ഓഫ് Gm/r², അതാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അങ്ങനെയാണ് നമ്മൾ നൾ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രണ്ട് പാർട്ടിക്കിൾ ഇങ്ങനെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് കാണും, നൾ പോയിന്റ്. ആ നൾ പോയിന്റിൽ ഈ ഫീൽഡ് ഈസ് 0. അത് തമ്മിലുള്ള ഫീൽഡ്, ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അഫക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക. ടേക്കിംഗ് ഇറ്റ് ആസ് x, ടോട്ടൽ ഡിസ്റ്റൻസ് d ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് d/d - x. അങ്ങനത്തെ അത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഫോഴ്സ് ഡ്യൂ ടു ദിസ് വൺ, ഈ പോയിന്റിൽ 0 ആയിരിക്കും, ഈ പോയിന്റിലും ആ ഫീൽഡ് അല്ലെങ്കിൽ ഫോഴ്സ് ബിക്കം 0. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ പോയിന്റ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് വി നോ F ഇൻ m മാസ് ഇൻറ്റു, നമുക്കറിയാവുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. ദാറ്റ് ബിക്കംസ്, അതിനെ നമ്മൾ ഈ ഫോഴ്സ് ഓഫ് യൂണിവേഴ്സൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പം വി ഗെറ്റ് Gm/r². ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. സോ എർത്തിൻ്റെ കേസിൽ ഇറ്റ് ബിക്കംസ് r², ക്യാപിറ്റൽ R², Gm/r². അപ്പോൾ അതേപോലെ തന്നെ ഇതേമാതിരി ഒരു ബോഡി ഇവിടെ ആണെങ്കിൽ അന്നേരം ഉള്ള കേസാണ്, അതിൻ്റെ സർഫസിലായിരിക്കുമ്പോഴത്തെ കേസാണ് ഇത്. വെൻ ഇറ്റ് ഈസ് വളരെ ഫാർ അവയിലുള്ള കേസിൽ G ബിക്കംസ് എന്താണ്, Gm/r². പിന്നെ അതേപോലെ തന്നെ സോ G ഫാർ അവേ കേസിലും സ്മോൾ കേസിലും അല്ലേ, അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ വാട്ട് ഈസ് G നമ്മൾ കണ്ടുപിടിച്ചു, Gm/G കണ്ടുപിടിച്ചു. ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ, Gm/r². പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം കണ്ട ജസ്റ്റ് ഒന്നൊരു ഡെൻസിറ്റിയും കൂടെ കണ്ട. ചില കേസിലൊക്കെ ഡെൻസിറ്റി വരും. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ്. ഫോളിൻ്റെ കേസിലാണ് സോളിഡ് സ്ഫിയർ, മാസ് ബൈ വോളിയം ആണ്. മാസ് എന്ന് പറയുന്നത് മയമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. വോളിയം എന്ന് പറയുന്നത് നമ്മുടെ 4/3 πr³. അപ്പോൾ ചില കേസിൽ നമുക്ക് ഡെൻസിറ്റി ചിലപ്പോൾ ഈക്വൽ ആണെന്നൊക്കെ പറയുന്ന കേസ് ഉണ്ടാകും. അങ്ങനത്തെ കേസിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ നമ്മൾ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നോളൂ, ആ ഫോർമുല ഒന്ന് ഓർത്തിരുന്നോളൂ. അത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട് ചില കേസിൽ. പിന്നെ നമ്മൾ പറഞ്ഞത് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ, ഇങ്ങനെ വളരെ ദൂരെയാണ് ഈ കേസ് എങ്കിൽ നമ്മൾ പറഞ്ഞു G ബിക്കംസ് G'. അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. വളരെ ദൂരെയാണ് നമ്മളുടെ മെറ്റീരിയൽ ഇരിക്കുന്നതെങ്കിൽ G എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും G കുറയും, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്തോറും സർഫസിലായിരിക്കുമ്പോഴാണ് G എന്ന് പറഞ്ഞാൽ Gm/r², അതായത് 9.8 നമുക്ക് കിട്ടുന്നത്. ബട്ട് ഈ സർഫസിൽ നിന്ന് വളരെ ദൂരേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസിനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതേമാതിരി തന്നെ സർഫസിൽ നിന്ന് ഇൻസൈഡിലേക്ക് പോകുമ്പോഴും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ബട്ട് അവർ G' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ G' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് അവർ G'? G/1 + h/r². h എന്ന് പറഞ്ഞാൽ എന്താ? h എന്ന് പറഞ്ഞാൽ സർഫസിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ് h. ഇൻസൈഡിലുള്ള ഒരു ബോഡി ആണെങ്കിൽ സർഫസിൽ നിന്ന് ഈ പോയിന്റുകളിലെ വരെ ഉള്ള പോയിൻ്റാണ് h. അതായത് ഇത് പുറത്തേക്ക് പോകുമ്പോൾ എക്സ്റ്റേണൽ, ഇനി ഇൻറ്റേർണൽ ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് G × 1 - h/r. ഇത് രണ്ടും പഠിച്ചു. പക്ഷേ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത്. ഇത് വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരിക. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായാലും നിങ്ങൾ മറക്കാതിരിക്കുക. ഓർക്കുക എപ്പോഴും G' = G/1 + h/r².
ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ ഞാൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, അതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം ഈ ഒരു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനത്തിൽ ഓർത്തിരിക്കുക. പിന്നെ നമുക്കിനി ബാക്കിയുള്ളത് ഒരു എസ്കേപ്പ് വെലോസിറ്റി, പിന്നെ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലൊക്കെയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം ഈ സമയത്ത് നിങ്ങൾ ജി ഡാഷ്, അതായത് ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ, ചേഞ്ച് ഇൻ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ദിസ് ഈസ് ആ ചേഞ്ച് എവിടേക്ക് വരുമ്പോഴാണ് ഈ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഇറ്റ് ബിക്കംസ് ചെറുതായി വരുന്നു, ഇറ്റ് റിഡ്യൂസസ്. അത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇത് 2016 ഒരു പ്രോബ്ലമാണ്. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് നമുക്കറിയാമല്ലോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് ജി. അത് ഓൺ ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ്, ഏതോ ഒരു പ്ലാനറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1/4 ഓഫ് ദ വാല്യൂ ഓൺ എർത്ത്. അപ്പോൾ എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം ജി ആണെന്ന്. അപ്പം ഏതോ ഒരു പ്ലാനറ്റിൽ ഇറ്റ് ബിക്കംസ് ജി ഡാഷ്. അതെന്താണ്? ജി എർത്തിൻ്റെക്കാളും 1/4 ആയി മാറി. വെൻ എ ബ്രാസ് ബോൾ, ഒരു ബ്രാസ് ബോൾ ഈസ് ബ്രോഡ് ടു ദിസ് പ്ലാൻ, എർത്തിൽ നിന്ന് ഒരു ബ്രാസ് ബോൾ എടുത്തിട്ട് ഈ ജി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജി ഡാഷ് എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ഉള്ള ഒരു പ്ലാനറ്റിലേക്ക് കൊണ്ടുവന്നാൽ എന്തൊക്കെ സംഭവിക്കും? മാസ് ഈസ് ഹാഫ്ഡ്, വെയ്റ്റ് ഈസ് ഹാഫ്ഡ്. മാസ് ബിക്കംസ് 1/4, വെയ്റ്റ് ബിക്കംസ് 1/4. മാസ് ആൻഡ് വെയ്റ്റ് റിമെയിൻസ് സെയിം. അപ്പോൾ നമുക്കറിയാം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് mg. അപ്പോൾ മാസ് എവിടെ പോയാലും, എർത്തിലാണെങ്കിലും മൂണിലാണെങ്കിലും സണ്ണിലാണെങ്കിലും മാർസിലാണെങ്കിലും ജൂപ്പിറ്റർ ആണെങ്കിലും മാസ് സെയിം ആണ്. മാസിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഈ ഓപ്ഷൻ മാസ് ബിക്കംസ് ഹാഫ്ഡ്, മാസ് ബിക്കംസ് 1/4 എന്നുള്ളത്, അല്ലെങ്കിൽ മാസ് റിമെയിൻസ് സെയിം. മാസ് ചിലപ്പോൾ റിമെയിൻസ് സെയിം ആവും, വെയിറ്റ് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ എന്തായാലും നമുക്കില്ല. അപ്പോൾ സോ വെയിറ്റ് ആണ്. വെയിറ്റ് നമ്മുടെ എർത്തിലാകുമ്പോൾ വെയിറ്റ് ഈസ് mg. വേറൊരു പ്ലാനറ്റിലാവുമ്പോഴോ അഗെയിൻ വെയിറ്റ് ഓഫ് അനദർ പ്ലാനറ്റ് W ഡാഷ് എന്ന് പറയുന്നത് മാസ് സെയിം ആയിരിക്കും. ജി എന്ന് പറയുന്നത് അവിടുത്തെ ജി ആയിരിക്കും. അവിടെ എന്താണ് അവിടുത്തെ, കാരണം ഓരോ പ്ലാനറ്റിനും അതിൻ്റേതായിട്ടുള്ള അട്രാക്റ്റീവ് പവർ ഉണ്ട്. അപ്പം നമ്മുടെ എർത്തിൻ്റെ അട്രാക്റ്റീവ് പവർ ആയിരിക്കില്ല മൂണിലുള്ളത്. അപ്പം മൂണിൻ്റെ അട്രാക്റ്റീവ് പവർ അനുസരിച്ചിട്ടാണ് അതിനവിടെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സ്പേസിൽ പോകുമ്പം സ്പേസിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ അവിടെ യാതൊരു അട്രാക്റ്റീവ് പവർ ഇല്ലാത്തതുകൊണ്ടാണ്, അതായത് അട്രാക്റ്റീവ് പവർ ഈ എർത്തിൻ്റെ അട്രാക്റ്റീവ് പവറിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് അവർക്ക് വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് വേറെ ഒരു പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അട്രാക്റ്റീവ് പവർ, അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡാഷ് ആണ്. അപ്പോൾ അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഡാഷ് ഈസ് m ഇൻറ്റു ജി ഡാഷ്. അപ്പോൾ വെയിറ്റ് ആണ് എന്തായാലും മാറുന്നത്. ഇനി വെയിറ്റ് ഹാഫ് ആകുവാണോ 1/4 ആകുവാണോ എന്നുള്ളതേ നമുക്ക് അറിയാനുള്ളൂ. കാരണം മാസ് റിമെയിൻസ് സെയിം പറയാൻ പറ്റില്ല, വെയിറ്റ് മാറി. അപ്പോൾ ഈ ഓപ്ഷനും അല്ല. സോ എന്താണ് ജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജി ഡാഷ് എന്ന് പറഞ്ഞാൽ g/4 ആണ്. അപ്പോൾ മാസ് ഇൻറ്റു എർത്തിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 4. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ വെയിറ്റ് അല്ലേ, എർത്തിലുള്ള വെയിറ്റ് ഡിവൈഡ് ബൈ 4 ആണ് എന്ത്, ആ അടുത്ത പ്ലാനറ്റിലുള്ള വെയിറ്റ് ഡാഷ്, W ഡാഷ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് ബിക്കംസ് 1/4. വളരെ ഈസി അല്ലേ? ഇതെങ്ങനെയാണ് കണ്ടെന്ന് നോക്കുക. അപ്പോൾ ജി നോക്കുക, ജിന് എന്ത് മാറ്റം സംഭവിക്കുന്നു അതനുസരിച്ച് വെയിറ്റിൽ മാറും. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വിചാരിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നന്നായിട്ട് സോൾവ് ചെയ്യാം. കാരണം ഇത് തിയറി ആയിട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കും. ബട്ട് ദിസ് ഈസ് എ വെരി സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. അത് എർത്തിലുള്ളത് എത്രയാണെന്ന് നോക്കുക, ആ പ്ലാനറ്റിലുള്ള എത്രയാണെന്ന് നോക്കുക, അത് ഇൻറ്റു ആ മാസ് ആയിരിക്കും അവിടുത്തെ വെയിറ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് 2017 ഒരു പ്രോബ്ലമാണ്, കീമിൽ വന്ന പ്രോബ്ലം. സോ ക്വസ്റ്റ്യൻ വായിക്കാം. അസ്യൂമിങ് ദ മാസ് ഓഫ് എർത്ത് ടു ബി 10 times ഓഫ് ദ മാർസ് ആൻഡ് ഇറ്റ്സ് റേഡിയസ്, ദാറ്റ് മീൻസ് റേഡിയസ് ഓഫ് എർത്ത് ഈസ് twice the radius of Mars, twice, okay, and acceleration due to gravity, that means our g on earth to be 10 meter per second square, the acceleration due to gravity on the surface of Mars is. അപ്പോൾ ചൊവ്വ, മാസ് എന്ന് വെച്ചാൽ ചൊവ്വ. അപ്പോൾ ചൊവ്വയിലുള്ള എർത്തിൻ്റെ മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് മാസ് ഓഫ് മാർസിൻ്റെ 10 times ആണ്. റേഡിയസ് എന്ന് പറയുന്നത് ട്വൈസ്, മാർസിൻ്റെ 2 മടങ്ങാണ് എന്ത്, എർത്തിൻ്റെ റേഡിയസ്. അങ്ങനെ എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർസിൻ്റെ ജി എത്ര? സോ തന്നിരിക്കുന്നതൊക്കെ നമുക്ക് എഴുതാം.
മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് 10 times ദാറ്റ് ഓഫ് മാസ് ഓഫ് മാർസ്, എം എന്ന് എഴുതാം. മാസ് ഓഫ് മാസ് mm എഴുതാം. പിന്നെ റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദാറ്റ് 2 times റേഡിയസ് ഓഫ് മാർസ് അല്ലേ, അതല്ലേ തന്നേക്കുന്നത്. പിന്നെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് അത് നമുക്കറിയാം എന്താണ് തന്നേക്കുന്നത്, 10 m/s². ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മാർസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എങ്ങനെ എഴുതാം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി, നോർമൽ ജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം gm/r². അപ്പം ജി ഓഫ് എർത്ത് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 10. ഇനി ജി ഓഫ് മാർസ് എന്ന് വെച്ചാൽ എന്താ, ജി ഇൻറ്റു മാസ് ഓഫ് മാർസ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് മാർസ് സ്ക്വയർ. അപ്പോൾ തന്നിരിക്കുന്ന 10 എന്ന് പറയുന്നത് ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് സ്ക്വയർ ആണ് നമുക്ക് 10 എന്ന് തന്നിരിക്കുന്നത്. ബട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ജി ഓഫ് എം ആണ്. അപ്പോൾ എം ഓഫ് എം, ജി ഓഫ് എം ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എം ഓഫ് എം ഡിവൈഡഡ് ബൈ ആർ ഓഫ് എം ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ഓഫ് എം എത്ര തന്നേക്കുന്നത് എഴുതാം അല്ലേ, എം ഓഫ് ഈ എർത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും 10 ആണ്. അപ്പോൾ മാസ് ഓഫ് മാർസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ 10. റേഡിയസ് ഓഫ് മാർസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് 2 times റേഡിയസ് ഓഫ് മാസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് മാസ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ജി അങ്ങനെ തന്നെ, ജിക്ക് വ്യത്യാസമല്ല. എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ 2 അതിൻ്റെ ഹോൾ സ്ക്വയർ. ഇതങ്ങോട്ട് എഴുതുക, ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ ഈ 10 താഴേക്ക് എഴുതാം, RE². പിന്നെ ഈ 2² താഴെ വരുമല്ലോ, അത് മുകളിലേക്ക് കൊണ്ടുപോകാം. സോ ദിസ് ബിക്കംസ് ദാറ്റ് ലൈക്ക് ദാറ്റ്. സോ പിന്നെ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ജി ഇൻറ്റു ME ബൈ RE² ഇൻറ്റു 4/10. ജി ഇൻറ്റു ME ബൈ RE² എന്ന് വെച്ചാൽ എന്താ, അതാണ് എർത്തിൻ്റെ ജി. സോ അത് നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. അങ്ങനെയാണെങ്കിൽ 10/4/10 ഈക്വൽ ടു 4 എത്രയാണ് m/s² ആണ് എന്ത്, ജി ഓഫ് മാസ്. സിമ്പിൾ അല്ലേ. ഇതിപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ടാണ്, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പ് സ്കിപ്പ് ആക്കുകയോ സ്പീഡപ്പ് ആക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ തെറ്റിപ്പോകരുത്. ഇത് വരുമ്പോൾ മാത്രം ഓർക്കുക, RE/4 വരുമ്പോൾ അത് മുകളിലേക്ക് പോവും, 10 താഴേക്കും വരും. ഓക്കെ, വളരെ സിമ്പിളാണ്. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, G = gm/r². എന്തൊക്കെ സംഭവിച്ചാലും അത് മറക്കരുത്. ദാറ്റ് ഈസ് എർത്തിൻ്റെ കേസിൽ. ഇനി ഇതേമാതിരി തന്നെയാണ് ഏത് പ്ലാനറ്റിൽ പോയാലും അതിൻ്റെ മുകളിൽ അതിൻ്റെ സർഫസിലാണെങ്കിൽ, ദൂരെയാണെങ്കിൽ ഇറ്റ് ബിക്കം r². സർഫസിലുള്ള കാര്യമാണ് പറയുന്നത് ജി, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്നിട്ട് ഈ ഒരു എർത്തിൽ നിന്ന് ഒരു സാധനം, ഒരു ബ്രാസ് ബോൾ എടുത്തിട്ട് അവിടേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 4 അതിൻ്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇത്രയായി മാറും. അതല്ലേ ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മാർസ്? ആ മാർസിൽ എർത്തിനേക്കാളും 10/1 ഉള്ളൂ അതിൻ്റെ മാസ്, എർത്തിനേക്കാളും റേഡിയസ് പകുതിയേ ഉള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാകുമെന്നാണ് ചോദ്യം. ജസ്റ്റ് ഇക്വേഷൻ ഓർക്കുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക, കണ്ടുപിടിക്കുക. സോ വെരി ഈസി. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഇതേമാതിരി തന്നെ പ്രോബ്ലംസ് ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അത്ര മാത്രമേ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളൂ. ഇത് തന്നെ വരണമെന്ന് പറയുന്നില്ല. ചിലപ്പം മാർസിന് വരെ വേറെ പ്ലാനറ്റ് വരാം, റേഡിയസ് ചിലപ്പോൾ 2 ആവാം, 3 ആവാം. അതുപോലെ 10 times എന്നുള്ളത് മാറി ചിലപ്പോൾ 8 times 5 times ഒക്കെ വരാം. അങ്ങനെയുള്ള ഈസി പ്രോബ്ലംസേ വരത്തുള്ളൂ. ബട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, G = gm/r² എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓർത്തിരുന്നാൽ നമുക്ക് ഇത് എവിടെ മാറി മറിഞ്ഞ് വന്നാലും, ഇത് മാസ് ഓഫ് മാർസ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, റേഡിയസ് ഓഫ് മാർസ്. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റ് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു 2018 പ്രോബ്ലം ആണ്. 2 planets, സെയിം കോൺസെപ്റ്റ്. 2 planets A and B, 2 പ്ലാനറ്റ് ഉണ്ട്. A ഉണ്ട്, ഒരെണ്ണം A ആണ്, ഒരെണ്ണം B ആണ്. ഹാവ് ദ സെയിം ആവറേജ് ഡെൻസിറ്റി. ആവറേജ് ഡെൻസിറ്റി രണ്ടിൻ്റെയും സെയിം ആണ്. ദെയർ റേഡിയൈ RA and RB are such that RA is to RB is equal to 3:1. If GA, G നമുക്കറിയാലോ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് A and GB are ആക്സലേഷൻ ഡ്യൂ ടു
ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ്സ് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ GA/GB ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 2 planets A and B have the same average density. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയം. മാസ് എന്ന് വെച്ചാൽ M ഡിവൈഡ് ബൈ വോളിയം എന്ന് വെച്ചാൽ 4/3 πr³. കാരണം ഇത് പ്ലാനറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു സ്ഫിയർ ആണെന്ന് അസ്യൂം ചെയ്യണം. ആക്ച്വലി അത് സ്ഫിയർ ഒന്നും അല്ല, ചെറിയ വേരിയേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് 4/3 അത് സ്ഫിയർ ആണെന്നും ദെൻ ദ വോളിയം ഓഫ് ദാറ്റ് സ്ഫിയർ ഈസ് 4/3 πr³. അപ്പോൾ അത് സെയിം ആണെന്ന് പറയുന്നുണ്ട്. സോ റോ ഓഫ് എ ഈക്വൽ ടു റോ ഓഫ് ബി എന്ന് വെച്ചാൽ എന്താ? റോ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ 4/3 π റേഡിയസ് ഓഫ് എ ക്യൂബ് ഈക്വൽ ടു മാസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ 4/3 π RB ക്യൂബ്. ഇതിലാർക്കും സംശയമില്ലല്ലോ. റോ സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് വണ്ണിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഈക്വൽ ടു സെക്കൻഡ് വണ്ണിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കളയാൻ പറ്റുന്നത് കളയാം. ഇത് രണ്ടും കളഞ്ഞു. പിന്നെ അത് തന്നിരിക്കുന്നത് റേഡിയൈൻ്റെ തന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. MA/MB ഇസ് ഈക്വൽ ടു RA³/RB³. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു RA/RB ദ ഹോൾ ക്യൂബ്. ഇത്ര നമുക്കറിയാം. ഇനി പറഞ്ഞേക്കുന്നത് RA and RB ആർ ഇൻ സച്ച് എ വേ ദാറ്റ് RA/RB ഈക്വൽ ടു 3:1. സോ അതിൻ്റെ അർത്ഥം നമുക്ക് RA/RB എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 3 അല്ലേ? 3/1 RA/RB എന്ന് പറയുന്നത് 3 അപ്പോൾ നമുക്കിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അവർ MA/MB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് RA/RB 3 ആയതുകൊണ്ട് 3³ ദാറ്റ് ഈസ് 27. MA/MB എന്ന് പറയുന്നത് 27 നമുക്ക് കിട്ടി. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? നമ്മളോട് ചോദിച്ചാൽ GA/GB. G എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. അതാണ് നമ്മൾ ക്വസ്റ്റൻ ഇവിടെ എഴുതിയിരിക്കുന്നു. GM/R². അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് G/A/G ആണ്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. G/A/G എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ക്യാപിറ്റൽ G ഇൻറ്റു അതെല്ലായിടത്തും സെയിം അല്ലേ? മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ R/A² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ G ഇൻറ്റു മാസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ബി ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് G ക്യാൻസൽ ചെയ്യാം. അത് സെയിം ആണ്. സോ ഇതിനെ അങ്ങനെ എഴുതിയാലോ? MA/RA². ഓക്കെ, അല്ല ഇങ്ങനെ തന്നെ എഴുതാം അല്ലേ? ഡിവൈഡഡ് ബൈ MB/RB². സോ ഇത് തിരിച്ചിട്ട് ഗുണിക്കാമല്ലോ നമുക്ക്. സോ ദാറ്റ് മീൻസ് ഈക്വൽ ടു MA/RA² ഇൻറ്റു RB² ഡിവൈഡഡ് ബൈ MB. സോ നമുക്ക് എങ്ങനെ എഴുതാം? MA/MB ഇൻറ്റു RB/RA ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ MA/MB നമുക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്? MA/MB നമുക്കിവിടെ 27 കിട്ടിയിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ഉണ്ട് 3³ സോ ദാറ്റ് ഈസ് 27 ഇൻറ്റു RB/RA. ഇല്ല, നമുക്ക് RB/RA അറിയത്തില്ല. നമുക്ക് എന്തറിയാം? RA/RB അറിയാം. സോ RB/RA എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 1/3. ഇത് 3/1 ആണെങ്കിൽ ഇത് 1/3 ആയിരിക്കും. സോ 1/3 ഹോൾ സ്ക്വയർ. സോ ദാറ്റ് മീൻസ് 27/9 3. അപ്പം നമ്മുടെ എന്തായിരുന്നു ഇത്? GA/GB. GA/GB എന്ന് പറയുന്നത് 3 ആണ്. സോ ദാറ്റ് മീൻസ് 3 എന്ന് പറഞ്ഞാൽ എന്താ? 3/1 എന്നാണ് അതിൻ്റെ അർത്ഥം. സോ GA/GB എന്ന് പറയുന്നത് 3:1 ആണ്. ഓക്കെ, എങ്ങനെ കിട്ടുന്നത് മനസ്സിലായല്ലോ? ഇവിടെ 3:1. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഒന്നുമില്ല, ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക G = GM/R². അതെന്തായാലും മറക്കരുത്. ആ ഇക്വേഷൻ ഓർത്തിരിക്കുക G = GM/R². ഇതിനി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ പറഞ്ഞു mg എന്ന് പറയുന്നത് നമ്മുടെ GM/R² ആണ്. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ലോ
ഇത് നമ്മുടെ എർത്തിൻ്റെ കേസിലുള്ളല്ലോ ഇ എമ്മും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വരുന്നതാണ് ജി GM/R². ഇതിന് ഏത് കേസിലോ എർത്തിൻ്റെ കേസിലാണ് നമ്മൾ mg എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും പ്ലാനറ്റിൻ്റെ കേസിൽ GA ആവാം, G' ആവാം, GB ആവാം, G ഓഫ് മാർസ് ആവാം. അതനുസരിച്ച് നമ്മൾ ഈ മാസിൻ്റെയും G എല്ലായിടത്തും സെയിം ആണ്. മാസിൻ്റെ റേഡിയസിൻ്റെയും വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദാറ്റ് പ്ലാനറ്റ്. ഇത് വെക്കുമ്പോൾ നമുക്ക് എർത്തിൻ്റെ മാസും എർത്തിൻ്റെ റേഡിയസും കൊടുക്കുമ്പോൾ എർത്തിൻ്റെ കിട്ടും. വേറെ ഇപ്പോൾ A എന്ന് പറഞ്ഞാൽ B എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. മാസ് ബൈ വോളിയം ആണ്. വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് 4/3 πr³. ഈ ക്യൂബ് R² ഡിവൈഡ് ചെയ്യുന്നത് തിരിഞ്ഞു പോകരുത്. അപ്പം വെപ്രാളം പിടിച്ചിട്ട് മാറിപ്പോരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് തിരിച്ചു മറിച്ചും ഒക്കെ ഇവർ നമുക്ക് ഡൗട്ട് അടിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇക്വേഷൻ എന്തായാലും ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ ഓർമ്മയുണ്ടാവണം. ഇക്വേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതനുസരിച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇത് തന്നെ പിന്നെയും പ്രാക്ടീസ് ചെയ്താലും മതി. ഇപ്പോൾ ഇതുമാതിരിയുള്ള പ്രോബ്ലംസാണ് നമുക്ക് എക്സാമിനൊക്കെ വരുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന എല്ലാ രീതിയിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. തിയറി ആയാലും മറ്റ് പ്രോബ്ലംസ് ആയാലും ഇതിൽ വാല്യൂസ് മാത്രം മാറുന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇനി എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിലോ നിങ്ങൾക്ക് ഇനി വേറെ നിങ്ങളുടെ എക്സാം അടുത്തിരിക്കുന്നു, വളരെ പെട്ടെന്ന് പഠിച്ചാലേ നമുക്ക് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. ഒരുപാട് ഇപ്രാവശ്യം നമുക്ക് വെയിറ്റേജ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്സ് നമുക്ക് ഒട്ടും വിട്ടുകളയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഇയേഴ്സ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇത് നിങ്ങളങ്ങ് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുത്തേ പറ്റൂ. അപ്പോൾ എല്ലാ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ബൈ.